പശ്ചിമ ആഫ്രിക്കയുടെ ഹൃദയഭാഗത്തുള്ള ഒരു രാജ്യമാണ് ഗിനിയ. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ബോക്സൈറ്റ് നിക്ഷേപമുള്ള മണ്ണ്, സ്വർണവും വജ്രവും വിളയുന്ന ഭൂമി. വിരോധാഭാസം എന്ന് പറയട്ടെ, ഇത്രയേറെ വിലയേറിയ ധാതുക്കളുള്ള ആ രാജ്യത്തെ ജനത ഇന്നും കൊടിയ ദാരിദ്ര്യത്തിലാണ്. ഈ വൈരുദ്ധ്യങ്ങൾക്കിടയിലാണ് 2021 സെപ്റ്റംബറിൽ ലോക ശ്രദ്ധയാകർഷിച്ച ഒരു അട്ടിമറി അവിടെ നടക്കുന്നത്. വെടിയൊച്ചകൾക്കും സൈനിക നീക്കങ്ങൾക്കും ഒടുവിൽ ഗിനിയയുടെ ചരിത്രം തിരുത്തിക്കൊടുക്കപ്പെട്ടു. 83-കാരനായ പ്രസിഡന്റ് ആൽഫ കോണ്ടയെ തടവിലാക്കി ചുവന്ന തൊപ്പിയും കൂളിംഗ് ഗ്ലാസും ധരിച്ച ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ക്യാമറകൾക്ക് മുന്നിലെത്തി. അതായിരുന്നു കേണൽ മമാഡി ദൂംബൂയ, ഗിനിയയുടെ പുതിയ പ്രസിഡന്റ്. 2021 ഒക്ടോബർ 1 തന്നെ അട്ടിമറിയിലൂടെ മമാഡി ദൂംബൂയ രാജ്യത്തിൻ്റെ ഇടക്കാല പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. എന്നാൽ ഒരു ജനായത്ത ഭരണക്രമത്തിലേക്ക് മാറിയ ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി അദ്ദേഹം ഔദ്യോഗികമായി കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഈ അധികാര കൈമാറ്റത്തിൻ്റെ കാരണങ്ങൾ തേടിപ്പോയാൽ നമ്മൾ എത്തുന്നത് മുൻ പ്രസിഡന്റ് ആൽഫ കോണ്ടയിലാണ്. ഗിനിയയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ജനാധിപത്യ ഭരണാധികാരിയായാണ് 2010 അദ്ദേഹം അധികാരത്തിൽ വന്നത്. പതിറ്റാണ്ടുകൾ നീണ്ട സ്വേച്ഛാധിപത്യത്തിന് അറുതി വരുത്തുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ച നേതാവ്. പക്ഷേ അധികാരത്തിൻ്റെ രുചി അദ്ദേഹത്തെ മാറ്റിമറിച്ചു. 2 തവണ പ്രസിഡന്റായി ഭരിച്ച ശേഷം അധികാരം ഒഴിയുന്നതിന് പകരം അദ്ദേഹം ഭരണഘടന തന്നെ തിരുത്തിയെഴുതി മൂന്നാമതും മത്സരിക്കാനൊരുങ്ങി. 3-ാം തവണയും മത്സരിക്കാനുള്ള ആ തീരുമാനം ഗിനിയയിലെ ജനങ്ങളെ തെരുവിലിറക്കി. അഴിമതിയും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾക്ക് മുന്നിൽ കോണ്ടയുടെ ജനാധിപത്യം വെറുമൊരു പ്രഹസനമായി മാറി. ഈ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിൻ്റെയും ജനരോഷത്തിൻ്റെയും നടുവിലേക്കാണ് സൈന്യം കടന്നു വരുന്നത്. ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ ഭരണകൂടം തയ്യാറാകാതിരുന്നപ്പോൾ ആ ദൗത്യം സൈന്യം ഏറ്റെടുത്തു. തോക്കുകൾ സംസാരിച്ചു തുടങ്ങി. ആ പ്രക്ഷോഭങ്ങളെ മമാഡി ദൂംബൂയ എന്ന സൈനിക മേധാവി നയിക്കുകയും ചെയ്തു. ഗിനിയയിലെ കാങ്കൻ റീജിയനിൽ നിന്നുള്ള ദൂംബൂയ ഒരു സാധാരണ സൈനികനല്ല. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ചെലവഴിച്ചത് ഫ്രാൻസിലായിരുന്നു. ഫ്രഞ്ച് ഫോറിൻ ലീജിയണിലെ മുൻ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അഫ്ഗാനിസ്ഥാനിലും ഐവറി കോസ്റ്റിലും ജിബൂട്ടിയിലും സേവനമനുഷ്ഠിച്ച യുദ്ധതന്ത്രങ്ങളിൽ അപാരമായ അനുഭവ സമ്പത്തുള്ള സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര ബന്ധങ്ങളിലുള്ള അറിവും ആധുനിക സൈനിക പരിശീലനവും കൃത്യമായ ആസൂത്രണ മികവും ദൂംബൂയയെ മറ്റ് സൈനിക അട്ടിമറിക്കാരിൽ നിന്നും വ്യത്യസ്തനാക്കി. ഫ്രാൻസിലെ വാർ കോളേജ് പരിശീലനത്തിന് ശേഷം 2018 പ്രസിഡന്റ് ആൽഫ കോണ്ടെ തന്നെ അദ്ദേഹത്തെ ഗിനിയയിലേക്ക് വിളിക്കുന്നത്. ലക്ഷ്യം ഗിനിയൻ സൈന്യത്തിനുള്ളിൽ ഒരു എലൈറ്റ് സ്പെഷ്യൽ ഫോഴ്സ് രൂപീകരിക്കുക എന്നായിരുന്നു. എന്നാൽ തന്നെ സംരക്ഷിക്കാൻ പ്രസിഡന്റ് വളർത്തിയ അതേ സിംഹം ഒടുവിൽ അദ്ദേഹത്തിന് നേരെ തന്നെ തിരിഞ്ഞു. അധികാരം പിടിച്ചെടുത്ത ശേഷം ദൂംബൂയ രാജ്യത്തോട് നടത്തിയ പ്രസംഗം വളരെ ശ്രദ്ധേയമായിരുന്നു. ഞങ്ങൾ നിലവിലെ ഭരണഘടന റദ്ദാക്കുന്നു, സർക്കാരിനെ പിരിച്ചുവിടുന്നു. രാഷ്ട്രീയം എന്നത് ഇനി ഒരാളെ മാത്രം വിശ്വസിച്ച് ഏൽപ്പിക്കേണ്ട ഒന്നല്ല, മറിച്ച് അത് ജനങ്ങളെ ഏൽപ്പിക്കേണ്ട ഒന്നാണ്. നമുക്ക് നമ്മുടെ നാടിനെ സ്നേഹിക്കാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അദ്ദേഹം തൻ്റെ നീക്കത്തെ വിശേഷിപ്പിച്ചത് ഒരു അട്ടിമറി എന്നായിരുന്നില്ല, മറിച്ച് ഗിനിയയുടെ പുനർനിർമ്മാണം എന്നായിരുന്നു. അഴിമതിയിൽ മുങ്ങിയ ഒരു വ്യവസ്ഥിതിയെ ശുദ്ധീകരിക്കാനുള്ള അനിവാര്യമായ ഇടപെടലായി അദ്ദേഹം ഇതിനെ അവതരിപ്പിച്ചു. ജനങ്ങൾ തെരുവുകളിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത് ഗിനിയയിലെ പഴയ ഭരണകൂടത്തോടുള്ള വെറുപ്പ് ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. 2021 ഒക്ടോബർ 1 തന്നെ അട്ടിമറിയിലൂടെ മമാഡി ദൂംബൂയ രാജ്യത്തിൻ്റെ ഇടക്കാല പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. എന്നാൽ ഒരു ജനായത്ത ഭരണക്രമത്തിലേക്ക് മാറിയ ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി അദ്ദേഹം ഔദ്യോഗികമായി സത്യപ്രതിജ്ഞ ചെയ്തത് 2026 ജനുവരി 17 2021 നടന്ന അട്ടിമറിക്ക് ശേഷം ഔദ്യോഗിക പ്രസിഡന്റാകാൻ 2026 വരെ കാത്തിരിക്കേണ്ടി വന്നതിന് പിന്നിലും ചില നിർണായക കാരണങ്ങളുണ്ടായിരുന്നു. പുതിയ ഭരണഘടനയുണ്ടാക്കണമെന്നതായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ടത്. 2025 സെപ്റ്റംബറിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നു. ഇത് പ്രസിഡന്റിൻ്റെ കാലാവധി 5 വർഷത്തിൽ നിന്ന് 7 വർഷമായി ഉയർത്തി. വോട്ടർ പട്ടിക പരിഷ്കരിക്കാനും പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനും വർഷങ്ങളെടുത്തു. താൻ നേരിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് ആദ്യം പറഞ്ഞ ദൂംബൂയ പിന്നീട് ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് താൻ മത്സരിക്കുന്നത് എന്ന് വരുത്തി തീർത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു. ഒടുവിൽ 2025 ഡിസംബർ 28 നടന്ന തെരഞ്ഞെടുപ്പിൽ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി അദ്ദേഹം വിജയിക്കുകയായിരുന്നു. ഇന്ന് ഗിനിയ ഒരു നിർണായക ഘട്ടത്തിലാണ്. മമാഡി ദൂംബൂയ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ജനാധിപത്യത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. എന്നാൽ സൈനിക യൂണിഫോമിൽ നിന്ന് സിവിലിയൻ ഭരണത്തിലേക്കുള്ള ആ മാറ്റം എളുപ്പമല്ല. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ, തകർന്നു കിടക്കുന്ന സമ്പദ് വ്യവസ്ഥ, ജനാധിപത്യത്തിനായുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം ഇവയെല്ലാം ദൂംബൂയയ്ക്ക് മുന്നിലുണ്ട്. അദ്ദേഹം ഗിനിയയുടെ രക്ഷകനാകുമോ അതോ ആഫ്രിക്കൻ ചരിത്രത്തിലെ മറ്റൊരു ഏകാധിപതിയായി മാറുമോ എന്ന് കാലം തെളിയിക്കേണ്ടതാണ്.
എങ്കിലും മാറ്റം ആഗ്രഹിക്കുന്ന ഗിനിയൻ ജനതയുടെ കയ്യിലെ ഏറ്റവും വലിയ പ്രതീക്ഷ ഇപ്പോൾ ഈ മുൻ ഫ്രഞ്ച് ലീജിയണറാണ്.